ഹലോ, എല്ലാവർക്കും മൂന്നാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് കണ്ണൂർ ട്രിവാൻഡ്രത്ത്. ദിവസങ്ങൾ വേഗം 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. പോക്കണോ? അതവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഡാഡി. നമ്മൾ രാവിലെ തന്നെ റെഡിയായി. എങ്ങോട്ടാണ് അശ്വ? ഇങ്ങോട്ടാണ് യാത്ര. ಇವತ್ತು ನಾವು ಪದ್ಮನಾಭ ಸ್ವಾಮಿ ಟೆಂಪಲ್ ಹೋಗ್ತಿದ್ದೀವಿ. ಫಸ್ಟ್ ಟೆಂಪಲ್ ಪದ್ಮನಾಭ ಸ್ವಾಮಿ. നോ പഴവങ്കാടി ഗണപതി ടെമ്പിൾ. ಪರವಂಗಾಡಿ അശോ, ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഗണപതി ടെമ്പിളാണ്. പഴവങ്കാടി ഗണപതി. കാരണം ഗണപതി ടെമ്പിൾ 10:30 അടയ്ക്കും. ഇറ്റ് വിൽ ക്ലോസ് ബൈ 10:30 മോർണിംഗ്. അപ്പോൾ പക്ഷേ പത്മനാഭ ടെമ്പിൾ രാവിലെ 3:30 മുതൽ ഒരു ടൈം, അതായത് ഒരു മണിക്കൂർ ഉണ്ട്. അതായത് 3:30 മുതൽ 4:30 വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം, പിന്നെ 5 മണി, അങ്ങനെ ഒരു ടൈമിങ്സ് ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു പഴവങ്ങാടി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പത്മനാഭസ്വാമി ടെമ്പിളിൽ പോവാന്ന് വിചാരിച്ചു. ನಮ್ಮ ರೂಮಲ್ಲಿ where we are staying ಸ್ವಲ್ಪ it's little hard for parking. It's very ഇവിടെ നമ്മുടെ പാർക്കിംഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇങ്ങനെ വണ്ടി വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴവങ്ങാടി പത്മനാഭസ്വാമി ടെമ്പിൾ, അത് പഴവങ്ങാടി ഗണപതി ടെമ്പിൾ. അതെ പഴവങ്ങാടി ഗണപതി ടെമ്പിൾ, അത് കഴിഞ്ഞിട്ട് പത്മനാഭസ്വാമി ടെമ്പിൾ. ആഫ്റ്റർ ദാറ്റ് ആറ്റുകാൽ ദേവി ടെമ്പിൾ. അത് 12:30 വരെ ഉണ്ട് ആറ്റുകാൽ ദേവി. അപ്പോൾ നമുക്ക് നോക്കാം ടൈമിങ്സ് എങ്ങനെയാണ്, അവിടെ പോകുമ്പം എന്ത് തിരക്കാണോ. നമുക്കിപ്പം ದಿಸ್ ಇಸ್ ಅವರ್ ಪ್ಲಾನ್ ಅಲ್ಲ ಶೋ. ಅಲ್ಲಿ ಹೋದ್ಮೇಲೆ ಅಲ್ಲಿ ರಶ್ ಎಲ್ಲ ನೋಡಿ നമുക്ക് ഐ തിങ്ക് ലൈക്ക് ദിസ്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് മെല്ലെ മെല്ലെ ഇറങ്ങുകയാണ്. ഞങ്ങൾ മാച്ചിങ് ആണ് ഷോ. മാച്ചിങ് പ്ലാൻഡ് അല്ല കേട്ടോ, സത്യമായിട്ടും പ്ലാൻഡ് അല്ല. പ്ലാൻഡ്. ഞാൻ അവൻ്റെ മുണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഈ സാരി ഞാൻ ഓൾറെഡി കണ്ണൂൻ്റെ ഗുരുവായൂരുള്ള ചോറൂണിന് വാങ്ങിച്ച സാരിയാണ്. അപ്പം അത് ഞാൻ എടുത്തു. അശ്വിൻ്റെ ഷർട്ട്സ് എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ ബ്ലാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ಎಲ್ಲ ಹೋಗ್ತಾರೆ ರೆಡ್ ಅಲ್ಲ. അപ്പം ഞാൻ അശ്വിൻ്റെ നൗ വി ക്യാൻ ഗോ. അപ്പോൾ അശ്വിൻ്റെ ബ്ലാക്ക് ഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ ഇന്ന് അത് തന്നെ എടുത്തു. അങ്ങനെ ലാസ്റ്റ് രണ്ടാളും മാച്ചിങ്. നമുക്ക് രാവിലെ വലിയ തിരക്കൊന്നുമില്ല. സമയം 9:45. 10:30 അടയ്ക്കും. പക്ഷെ പഴവങ്ങാടിയുടെ അടുത്ത് നമുക്ക് വളരെ അടുത്താണ് നമ്മുടെ റൂമും പഴവങ്ങാടി ടെമ്പിൾ. ഒത്തിരി ദൂരമൊന്നുമില്ല. ഇപ്പൊ ചെറുതായിട്ടൊക്കെ നമുക്ക് റോഡ് മനസ്സിലാവുന്നുണ്ടല്ലേ. വി ലേൺ ദ റൂട്ട്സ് ലിറ്റിൽ. നമുക്കൊരു ഐഡിയ ഉണ്ട്. വി ഹാവ് എൻ ഐഡിയ ಯಾವ ഏരിയ ಅಂತಲ್ಲ. നമ്മളിപ്പം ಚಂದ್ರಶೇಖರ್ ನಾಯರ್ ಸ್ಟೇಡಿಯത്തിന്റെ ಮುನ್ನಿലാണ്. ಅಶೋ, ಈ ಸ್ಟೇಡಿಯಂಗೆ ಯಾಕೆ ಗೊತ್ತಾ ಚಂದ್ರಶೇಖರ್ ನಾಯರ್ ಸ್ಟೇಡಿಯಂ ಅಂತ? he was the first IG. IG or DIG ನೆನಪಿಲ್ಲ. he said IG ಅಲ್ಲ IG. ಇನ್ಸ್ಪೆಕ್ಟರ್ ಜನರಲ್. ಬಟ್ DGP is the top most. DGP ಅಲ್ಲ, IG ಇರಬೇಕು. ಸೊ ಅವರದು ನೌ ಇಟ್ಸ್ ಆಲ್ಸೋ ಕಾಲ್ಡ್ ಆಸ್ ಪೊಲೀಸ್ ಸ್ಟೇಡಿಯಂ. ഇവിടെ ഒരു കല്യാൺ സിൽക്സ് ഉണ്ട്. നമ്മൾ പാളയം എത്തിയിട്ടുണ്ട്. ഇതാണ് പാളയം പള്ളി. അല്ലല്ല, ഇതല്ല. KSRTC ഷോ നിയർ ദറ്റ് ഈസ്റ്റ് ഫോർട്ട്. ಅಲ್ಲ, ಅವ್ರಿಗೆ ಕೇಳೋಣ ಎಂಟ್ರೆನ್ಸ್ ಎಲ್ಲಿ ಅಂತ. നല്ല തിരക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓട്ടോറിക്ഷയിലാണ് വന്നത്. പഴവങ്ങാടിയുടെ അടുത്ത് കാറ് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് വന്നു കേട്ടോ. നമ്മളിവിടെ ക്ലോക്ക് റൂമിൽ ഫോണും കാര്യങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ട് വേണം പോവാൻ. ഇതുപോലെ ഒരു ക്ലോക്ക് റൂമുണ്ട്. ദർശന ആയിട്ടല്ല? ದರ್ಶನ ಆಯ್ತು. ದರ್ಶನ ವಾಸ್ ಗುಡ್. ಯು ನೋ ವಾಟ್, ನಾನು ಹೇಳ್ತೇನೆ. ಅದು ನಾನು ಮಲಯಾಳಮಲ್ಲಿ ಎಕ್ಸ್ಪ್ಲೇನ್ ಮಾಡ್ತೇನೆ. ಆವಾಗ ಫೀಲ್ ಬರುತ್ತೆ. ആക്ച്വലി എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പെഷ്യൽ ദർശനം ഉണ്ട് കേട്ടോ. അവളുടെ കൈ എടുക്കും. ഇവിടെ സ്പെഷ്യൽ ദർശനം ഉണ്ട് കേട്ടോ. അതിന് 500 രൂപയാണ് പെർ പേഴ്സൺ. അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ ക്ലോക്ക് റൂംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ക്ലോക്ക് റൂംസിൽ നമ്മുടെ ഫോണും ഷർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പം ഞങ്ങൾ പൈസ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഈ ഒരു
എന്താ പറയുക, നമ്മൾ ഫോൺ പേയിൽ എവിടെയെങ്കിലും കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഫോൺ പേയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ എന്നാൽ കുഴപ്പമില്ല, അശ്വിൻ പറഞ്ഞു ക്യൂ നിൽക്കാം, നമ്മളിവിടെ വരെ വന്നതല്ലേ, ദൈവത്തിന് അങ്ങനെ ഈസി ആയിട്ട് മിക്കവാറും നമുക്ക് കാണാൻ പറ്റണമെന്നില്ല, എല്ലാം ദൈവം ഇച്ഛിക്കുന്ന പോലെയല്ലേ. അങ്ങനെ നമ്മൾ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യൂവിൽ നിൽക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ചേട്ടൻ വന്നു. ആ ചേട്ടൻ ഇവിടെ ഇതിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എവിടെയാണ് നാട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണൂരാണ്, പയ്യന്നൂരാണെന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ കുറച്ച് നേരം സംസാരിച്ചു. ചേട്ടൻ അങ്ങനെ ഞങ്ങൾക്ക് ഗേറ്റ് തുറന്നു തന്നു കേട്ടോ. അങ്ങനെ നേരെ അകത്തേക്ക് കയറി. ആ ഇല്ല, ക്ലോസ് ആയിട്ട് മതി. ഇനി ക്ലോസ് ആയി. നമ്മള് ക്യൂ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അകത്ത് കയറി ഉടനെ അവിടെ ക്ലോസ് ആയി ആ സമയത്ത്. പിന്നെ 12 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. അതുകൊണ്ട് ആ ചേട്ടൻ ദൈവദൂതനെ പോലെ വന്നിട്ട് ഞങ്ങൾക്ക് വളരെ നല്ലൊരു ദർശനമായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമായി. അത് തന്നെയാണ് അശ്വിനും പറയാൻ വന്നത്. അപ്പോൾ ഞാൻ അവനത് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാമെന്ന്. നമ്മൾ ദർശനം കഴിഞ്ഞിട്ട് നേരെ മഹാബോളി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ നമ്മൾ ബോളി കഴിക്കാൻ പോകണം. ബോളിയും പാൽപ്പായസവും. അത് ഇവിടെ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം പോവാണ്, ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോകണം. പക്ഷേ നമ്മളെന്തിനാ റെഡായി കാശം ഫേസ് ഓൺ റെഡ്, ಸ್ವಲ್ಪ സ്പ്രിക്കിങ് ചെയ്തല്ല ഫേസ് ಸ್ವಲ್ಪ. ഇതാണോ? ആ ഓക്കെ അശ്വൻ. ഇതാണ് കേട്ടോ മഹാബോളി എന്ന് പറഞ്ഞ ഷോപ്പ്. ഇത് ടെമ്പിളിൻ്റെ അടുത്ത് നിന്ന് വളരെ അടുത്താണ്. ഒരു 2 ടേൺ ചെയ്താൽ മതി. നമ്മൾക്ക് നടക്കാൻ കുഞ്ഞുണ്ടായതുകൊണ്ട് നമ്മൾ നടക്കാത്തതാണ് കേട്ടോ. ഇവിടെ പാൽപ്പായസവും അടപ്പായസവും ഇത്രയും പായസങ്ങളുണ്ട്. നമ്മൾ 2 പാക്കറ്റ് ബോളിയും 2 പായസവും വാങ്ങിച്ചു. കാരണം അശ്വിനി ശർക്കര പായസവും എനിക്ക് പാലടിയും വാങ്ങിച്ചു. 520. അത് എക്സ്ട്രാ 40 രൂപ സ്ഥലം മേടിക്കുമല്ല. അപ്പം 520 ആയി. അപ്പം നമ്മൾ ഓട്ടോയ്ക്ക് കാശ് കൊടുക്കാനില്ലാത്ത കാശ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ പ്ലാൻ ചെയ്തത്. എനിക്കറിയില്ല ഇനി ഉച്ചയ്ക്ക് എന്താ ചെയ്യും, ലഞ്ച് കഴിക്കുമോ. അവനെന്തോ ഇന്നലെ പോയെടുത്ത ഫുഡ്. അശു അവിടെ ചട്ടിച്ചോറാണെങ്കിലും 4 o'clock ഉണ്ടെന്ന്. ഫിനിഷ് ഗോതേ ആയിട്ടാ. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു ആറ്റുകാല് പോവാണിപ്പം. അമ്പലത്തിനകത്തും ഇപ്പം നമ്മൾ പഴവങ്ങാടി ആണെങ്കിലും ഇവിടെ പത്മനാഭസ്വാമി ടെമ്പിളിലാണെങ്കിലും ഫോണൊന്നും അലൗഡ് അല്ല. പക്ഷേ എല്ലാം കണ്ടിരിക്കേണ്ട അമ്പലങ്ങളാണ്. നമ്മൾ പഴവങ്ങാടി പോയിട്ടൊരു 3 തേങ്ങ ഉടച്ചു. എന്തോ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നന്നായി ഇനിയും വന്നിട്ട് തേങ്ങ ഉടയ്ക്കും നമ്മൾ. ഇപ്പം നമ്മൾ നേരെ ഓട്ടോ എടുത്തിട്ട് വണ്ടി പഴവങ്ങാടിയിൽ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം സിറ്റിയിൽ ഓട്ടോയിൽ പോകുന്നതായിരിക്കും നല്ലത്. ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിളിൽ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ ആറ്റുകാലേക്ക്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അയ്യപ്പന്മാരുടെ തിരക്കുണ്ട്. അയ്യപ്പന്മാരുടെ തിരക്ക് മാത്രമല്ല, ഈ നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം എല്ലായിടത്തും ഇപ്പം നമ്മൾ ഇന്നലെ പൂവാറ് പോയപ്പോഴാണെങ്കിലും കോവളത്താണെങ്കിലും ഇനിയിപ്പം ഇവിടെ ടെമ്പിളിലാണെങ്കിലൊക്കെ കൂടുതലും ഉള്ളത് മൊത്തം നോർത്ത് ഇന്ത്യൻസ് ആണ്. ഇതിപ്പോൾ സീസൺ അല്ലേ. പക്ഷേ എനിക്ക് ഉടുപ്പി ടെമ്പിളെല്ലാം ആഗ്രഹം ನೆನಪಿದೆನಾ. നമ്മളിങ്ങനെ ഒരു ദിവസം ഉടുപ്പി ടെമ്പിളിൽ പോയിട്ടുണ്ട്, ഉടുപ്പി കൃഷ്ണ. അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. തിരക്കുള്ള സമയമാണ്. ഒരാള് നമുക്ക് ആരാന്നറിയില്ല, അതിൻ്റെ തന്നെ ആരോ ആണ്. അവർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുക. ഒരു ക്ലൂ, നമുക്കൊരു ക്ലൂ ഇല്ല എന്താ ചെയ്യണ്ടേ, വെയിറ്റ് ചെയ്യണോ, ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുക. അങ്ങനെ എന്തോ ആണ്, സമയം കുറവായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അവിടെ. എന്ത് ചെയ്യണം, പുറത്തുനിന്ന് തൊഴുതിട്ട് പോകാമെന്നുള്ളൊരു പ്ലാൻ ആയതാണ്. പക്ഷേ അവർ നമ്മളടുത്ത് വന്നിട്ട്, കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനാണ്, അവർ നമ്മളടുത്ത് വന്നിട്ട് ഞങ്ങളകത്ത് കൂട്ടിക്കൊണ്ടുപോയിട്ട് വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് വിളിച്ച് പോയിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് ഞങ്ങൾക്കിങ്ങനെ ആ വാതിലിനകത്തൂടെ അങ്ങനെ കാണണ്ടേ അവിടുത്തെ വിഗ്രഹം, അതൊക്കെ കാണിച്ചു തന്നു. ഓരോന്നിൻ്റെയും കഥയൊക്കെ പറഞ്ഞു തന്നിട്ട് ഞങ്ങളെ തിരിച്ചു വിട്ടു. അപ്പോൾ ഇവിടെ ആണെങ്കിലും ഇപ്പം ഞങ്ങൾക്ക് അതുപോലൊരു മനുഷ്യനാണ് ഞങ്ങൾക്ക് സഹായമായിട്ട് എത്തിയത്. അവരുടെ പേര് ശരത്ത് എന്നാണ്. അവരുടെ വീട് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ദൈവം ഞങ്ങൾക്ക് ഓരോരോ ആൾക്കാരുടെ രൂപത്തിലാണ് ദൈവങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അല്ല ഗോഡ്
ಗಾಡ್ ಅಂದ್ರೆ ಯಾರು ದೇವರಿಲ್ಲ, ಬಟ್ ಮನುಷ್ಯರಲ್ಲೇ ಇರೋದು. അവർ ನಮಗೆ ഉള്ളത് ಮಾಡೋರ್ನೆಲ್ಲ ആരാണോ നമുക്ക് നല്ലത് ചെയ്യുന്നത് അവരെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ മുഖം ഇട്ടിട്ട് കാണാനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ಮೆಸೆಂಜರ್ಸ್ ಅಷ್ಟು ಒಳ್ಳೇದು ಮಾಡೋರೆಲ್ಲ ನಮಗೆ ಅವ್ರ ಫೇಸಿൽ ನಾವು ದೇವ್ರನ್ನ കാണಬೇಕು അല്ലേ. നമുക്ക് നല്ലത് ചെയ്യുന്നവരുടെ നമുക്ക് ദൈവത്തിന്റെ മുഖം കൊടുക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത്രയും വലിയ ക്യൂവിൽ ഞങ്ങൾ നിന്നിട്ട് ഞങ്ങൾക്ക് ಅಷ್ಟು ದೊಡ್ಡ ಕ್ಯೂ ಇತ್ತಾ ಇಲ್ಲಾಂದ್ರೆ ನಾವು പോസിബിൾ ഇರಲಿಲ್ಲ. നമ്മൾ ഈ കുഞ്ഞിനെയും കൊണ്ട് പോസിബിൾ ഇരലില്ല നമുക്ക്. ഇവളാണെങ്കിൽ അത്രയും സമയം നിൽക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞങ്ങളും പുറത്തുനിന്ന് കൈ തൊഴുതിട്ട് തിരിച്ച് ഇറങ്ങുമായിരുന്നു. പക്ഷേ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏത് ടെമ്പിളിൽ പോവുകയാണെങ്കിലും അതിനൊരു ടൈമിംഗ് ഉണ്ട്. എപ്പം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ദൈവത്തിനെ കാണാൻ പറ്റണമെന്നില്ല. പക്ഷെ ദൈവം തീരുമാനിക്കുമ്പോഴേ നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം. കാരണം ഒരുപാട് പ്ലാൻസ് എനിക്ക് അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് നടക്കാതൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ പോസ്റ്റ്പോണായി പിന്നെ എപ്പോഴോ ഒരു കാലത്തൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും ഞങ്ങളുടെ ദിവസമായിരുന്നു. ദൈവം ഞങ്ങളെ കാണാൻ ആഗ്രഹിച്ച ദിവസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ബിറ്റ് ഇമോഷണൽ ഫോർ മീ. എനിക്കറിയില്ല, ഞാൻ അശ്വിനെയും കണ്ണൂനെയും കൊണ്ട് ദൈവത്തിൻ്റെ മുന്നിലൊക്കെ പോകുമ്പം എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുറച്ചുകൂടെ അധികം സന്തോഷമാണ് എനിക്ക്. കാരണം എൻ്റെ ലൈഫിലെ ബ്ലെസ്സിങ് ആയി ഇവർ രണ്ടാളും. കൺമണി തമ്പാച്ചിനോട് എന്താ പ്രാർത്ഥിച്ചേ? ഇല്ല, ഷീ പ്രേസ് ലൈക്ക് അവൾ എന്താ പ്രാർത്ഥിക്കാന്നറിയോ? അവൾ പ്രാർത്ഥിക്കുക, ഞാൻ പാവല്ലേ, എനിക്ക് കുറെ ടോയ്സ് ഒക്കെ തരണേന്നാ പ്രാർത്ഥിക്കുക അല്ലേ. ഇനിയിപ്പോൾ അടുത്ത ടെമ്പിളിൽ പോവാ. നമ്മൾ അടുത്ത തമ്പാച്ചിനെ കാണാൻ പോവാ. കണ്ടു ഇനി ഒരു തമ്പാച്ചി അമ്മ ദേവി. ദേവി ആറ്റുകാല് ഭയങ്കര തിരക്കായിരുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അശ്വിനും കണ്ണും അകത്ത് വന്നില്ല. വന്നിട്ടവര് അകത്ത് കയറിയില്ല. കണ്ണു നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്ക്. അങ്ങനെ ഞാൻ പക്ഷെ അകത്ത് വരെ പോയിട്ട് തൊഴുത് വന്നു. ആ തിക്കിലൊക്കെ കയറി തൊഴുതിട്ട് വന്നില്ല. ഞാനിവിടെ പൊങ്കാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കുറച്ച് വർഷം മുന്നേ ഞാൻ പൊങ്കാല ഇട്ടിട്ടുണ്ട്. അപ്പം ഇനിയും എനിക്ക് ഏതെങ്കിലും ഒരു പൊങ്കാലയ്ക്ക് വരാനുള്ള ഒരു ദൈവം, ഞാൻ അതാണ് ഇന്നും പ്രാർത്ഥിച്ചത്. എനിക്ക് ഇനിയും അങ്ങനെ വന്ന് പൊങ്കാല ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ദൈവം ഒരു അവസരം ഒരുക്കി തരണം തന്നെ കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ ഒരു പൊങ്കാല ഇട്ടൊരു മൊമെൻറ്റും എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. ഒരു ദൈവികമായിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനൊരു സൗകര്യം എനിക്ക് കിട്ടിയതിലും ഞാൻ എപ്പോഴും ഹാപ്പിയാണ് കേട്ടത്. അതുപോലെ എനിക്ക് ഇനിയും അങ്ങനെയൊക്കെ അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വന്നു. കണ്ണിന് ടോയ് കാണിക്കും. വേറൊരു ടോയ് ഉണ്ടായിരുന്നില്ലേ? 2 ടോയൊക്കെ വാങ്ങിച്ചോളൂ. ബസ്സാണോ ട്രക്കാണോ? സ്കൂൾ ബസ്. സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, പക്ഷെ സ്കൂൾ ബസ് വേണം അല്ലേ? ഭയങ്കര റഷ്. ബട്ട് ഞാൻ പോകാതെ നുങ്കി തള്ളി കയറിപ്പോയി. ಅದೇ ಈಗ ಕ್ಲೋಸಿಂಗ್ ಟೈಮ್ ಇದೆ. ಅದು ಈಗ ಕ್ಲೋಸ್ ಮಾಡ್ತಾರೆ 12:30. ಟೈಮ್ ಎಷ್ಟಾಯ್ತು ಇಷ್ಟ? ഒരു 5 മിനിറ്റിൽ ക്ലോസ് ആവാണ്. 12:30 ആറ്റുകാലും ക്ലോസ് ആവും. പിന്നെ വൈകുന്നേരം അവർ ഓപ്പൺ ചെയ്യുള്ളൂ. നമ്മുടെ അമ്പലം വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് എത്തി. ഇനി നമ്മൾ ബോളി ആൻഡ് പാൽപ്പായസം കഴിക്കണം അല്ലേ? ബോളി പാൽപ്പായസം.
ബോളിയൻ പായസം. അതെ ഇവത്തിൻ ലഞ്ച്. അതെ അതെ. Lunch is ബോളിയൻ പായസം. അതിന് വേണ്ടിട്ട് പ്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടാ വന്നത് നമ്മള്. ഡിസ്പോസിബിൾ പ്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു. കണ്ണിന്റെ ഹെയർ സ്റ്റൈൽ കാണിക്കൂ. അടിപൊളി. കൺമണിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പ ടോയ് വേണം. അശ്വിൻ നമ്മൾ വണ്ടിയിൽ കീ എടുത്തില്ല, അത് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. റൂമിൽ വന്ന് പെട്ടെന്നൊരു കുളിയും കുളിച്ച് നമ്മൾ ബോളി കഴിക്കാൻ പോവാണ് അല്ലേ കണ്ണു? ബോളി നമ്മൊരു പ്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഡിസ്പോസിബിൾ പ്ലേറ്റ്. നമ്മളിനി ഇവിടെ ഹോട്ടലിൽ വന്ന് നമ്മളിവിടെ ഹോട്ടലിൽ ചോദിക്കാൻ നിന്നില്ല, ചോദിച്ചില്ല, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാ. ബാഷു അതിലില്ലേ കവറിൽ. അപ്പം നമ്മുടെ ബോളിയൻ പായസം, എൻ്റെത് പാലട, കൺമണി പാലട കഴിച്ചത്, അശ്വിൻ്റെത് അടപ്രഥമൻ അല്ലേ അശു? ശർക്കര മീൻസ് ബെല്ല, ബെല്ല പായസം. ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ട്. സൂപ്പർ ആണോ? ശരിക്കും യു ട്രൈ ദിസ് ഓൾസോ. സൂപ്പറാ, ഇത് ട്രൈ ചെയ്യും. ഞാനും കഴിച്ചു അല്ലേ. We'll try in home also once. But I don't think Manali. Manali taste better. Oh, super. Super ആണ് മോനെ. അതെ അതെ. This is also good. Yes. എണ്ണയില്ല ഒന്നുമില്ല. ദാവൺഗിര ഹോളിഗേ ടേസ്റ്റാ അല്ല, ഡിഫറെന്റ്. കൺമണിക്ക് സാധാരണ സ്വീറ്റ് അത്ര ഇഷ്ടമല്ല. അവിടെ ഹോളിഗൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞങ്ങളുടെ അവിടെ ദാവൺഗിരയിൽ. അപ്പോൾ സാധാരണ കഴിക്കാറില്ല. ഇത് എന്തോ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. സൂപ്പർ. പൊടി ഇതല്ല. ബോളി തിಂದು ಅಷ್ಟೇ. ബോളി ತಿಂದು ಲಂಚ್ ಮಿಸ್ ಮಾಡಿದ್ವಿ ನಾವು. ಅದಕ್ಕೆ we missed the lunch. So we are going to have it now. Almost. What do you want to have? What do you want to have? The same thing. It's like what I had yesterday. അവന് നമ്മൾ പങ്കായം എന്നുള്ള ഹോട്ടലിൽ നമ്മൾ ഇന്നലെ പോയ സെയിം ഹോട്ടലിൽ അവിടെ പൊറോട്ടയും പോത്തൊക്കെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൻ്റെ അവിടെ തന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പം അവിടെ ചട്ടിച്ചോറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചട്ടിച്ചോറൂടെ കഴിക്കാം. 4 മണി വരെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പം സമയം 4 മണി ആവാനായി. അപ്പോൾ ഞാൻ അവരുടെ ഫോൺ വിളിച്ചിട്ട് ഒരു ചട്ടിച്ചോറ് മാറ്റി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരത് മാറ്റി വെക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കൺമണി എന്ത് ഹോട്ടൽ? കൺമണി എന്ത് കഴിക്കും? പൊറോട്ട, ചിക്കൻ, ചിക്കൻ നഗറ്റ്സ്, നഗറ്റ്സ്, നഗറ്റ്സ്. ഓക്കെ. ഇന്നലെ കഴിച്ച നഗറ്റ്സ് ഇഷ്ടമായോ? ഇന്നലെ കഴിച്ചില്ല ഹോട്ടലില്? അത് ഇഷ്ടമായോ? ട്രിവാൻഡ്രത്തിൽ വരുന്നുണ്ടെങ്കിൽ പാരഗൺ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹോട്ടല്. അതെ അതെ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അത് ഗ്ലോബലി എന്തോ അവാർഡൊക്കെ വന്നു പാരഗണിന്. പങ്കായം കുറച്ച് റേറ്റ് ഹൈ ആയിരിക്കും കമ്പാരിറ്റീവ്ലി. വർത്ത്. അപ്പൊ ചിലപ്പോ നമുക്ക് അങ്ങനെ തോന്നാം. ചില കറിക്കൊക്കെ റേറ്റ്, ഫിഷിനൊക്കെ ഫിഷ് ക്ലീൻ ഹോട്ടലാണ്. ഞാൻ എല്ലാ ഹോട്ടലിലും പോയാലും ആദ്യം അവിടുത്തെ ബാത്റൂം കയറി നോക്കൂട്ടോ. എനിക്ക് ബാത്റൂം വൃത്തി ഉണ്ടെങ്കിൽ അവരുടെ കിച്ചൺ നല്ല വൃത്തി ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഞാൻ അവരുടെ ബാത്റൂമിൽ കയറി നോക്കി. ഓക്കെ, കിച്ചൺ വാസ് ഓൾസോ ക്ലീൻ. പക്ഷെ ബാത്റൂം ഏരിയ ആണെങ്കിലൊക്കെ ഭയങ്കര ക്ലീൻ ആണ് കേട്ടോ. അപ്പൊ ആരെങ്കിലും ട്രിവാൻഡ്രത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കായം എന്ന് പറഞ്ഞ ഹോട്ടൽ ട്രൈ ചെയ്യാം. നമ്മളിപ്പം പാരഗനും പങ്കായും മാത്രമേ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് ബുഹാരി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ബുഹാരിന്ന്. പക്ഷെ അതിന്റെ ഇപ്പോഴുള്ള റിവ്യൂസ് ഒക്കെ നോക്കുമ്പം അത്ര നല്ല റിവ്യൂസ് ഒന്നും കാണുന്നില്ല. നമ്മൾ വിചാരിച്ചു റിസ്ക് എടുക്കണ്ട. ഫുഡിനോട് നമുക്ക് ഒരിക്കലും ഒരു റിസ്ക് എടുത്തിട്ട് ഫുഡിനോട് നമുക്കൊരു ഇത്
ഒരു ഒരു ഇഷ്ടക്കേട് വരാൻ പാടില്ല എന്നുണ്ട് എനിക്ക്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇഷ്ടമുള്ള ഹോട്ടലിൽ തന്നെ പോയിട്ട്, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഹോട്ടലിൽ തന്നെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചട്ടിച്ചോറ് എനിക്ക് കഴിക്കണമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഇതുവരെ ചട്ടിച്ചോറ് കഴിച്ചിട്ടുള്ളൂ. അത് പാലക്കാട് കഴിഞ്ഞ വർഷം ഗുരുവായൂർ തൊഴുതിട്ട് തിരിച്ചു പോകുന്ന വഴി പാലക്കാട് ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹൈവേയുടെ സൈഡിൽ തന്നെ ഒരു ഹോട്ടലിൽ ഞാൻ ചട്ടിച്ചോറ് ഞങ്ങൾ രണ്ടാളും കഴിച്ചു. പക്ഷെ അശ്വിനത് അത്ര ഇഷ്ടമായിട്ടില്ല അവിടെ കഴിച്ചത്. ഞാൻ വിചാരിച്ചു എനിക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യണമെന്നൊരാഗ്രഹം. അങ്ങനെ നമ്മൾ പങ്കായത്തിൽ പോയിട്ട് ഞാൻ ചട്ടിച്ചോറും കൂടെ കഴിക്കും. ഇതാണ് കേട്ടോ ഹോട്ടൽ പങ്കായം. ഇന്നലെ രാത്രി വന്നതല്ലേ, ഇപ്പൊ നമ്മള് വൈകുന്നേരം 4 മണിയായി. What are you thinking? Nothing. I'm sleepy. So we got a family in Trivandrum. Yeah. നമ്മള് Sanith and family. ജ്യോതി എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ടോ. ഞാനും ജ്യോതിയും ഇൻസ്റ്റഗ്രാമിൽ മീറ്റ് ആയതാണ്. ജ്യോതിയും ഫുഡ് വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ കുറച്ച് സമയം റൂമിൽ പോയി. അതിനുശേഷമാണ് കേട്ടോ ഒരു 6:30 നമ്മൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങിയത്. അവരുടെ വീട് പോത്തങ്കോടാണ് കേട്ടോ. ഇവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരമുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് കഴക്കൂട്ടത്തൊക്കെ ഭയങ്കര, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തിയപ്പോൾ 7 മണിയായി. ഇപ്പം സമയം ഏകദേശം ടൈം 12 മണിയായി. നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് 11:30 ഇറങ്ങി. അവള് എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പ് ഉണ്ടാക്കി, മന്തി ഉണ്ടാക്കി, പോത്തുണ്ടാക്കി, ചപ്പാത്തി ഉണ്ടായിരുന്നു, അങ്ങനെ പായസം ഉണ്ടാക്കി, അങ്ങനെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മന്തിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. കഴിക്കുന്നതൊക്കെ ഞങ്ങൾ കുറച്ച് സമയം കഴിച്ചുള്ളൂ, പക്ഷെ കൂടുതൽ സംസാരമായിരുന്നു കേട്ടോ. അശ്വിനും ചേട്ടനും നന്നായിട്ട് സംസാരിച്ചു. എനിക്ക് അതൊരു പേടിയുണ്ടായിരുന്നു. കാരണം അശ്വിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സംസാരിക്കുന്ന ആളല്ല. അശ്വിന്റെ വൈബ് വേണം, എന്നാലാണ് അശ്വിൻ കുറച്ചുകൂടി സംസാരിക്കാം. ഇപ്പം അശ്വിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ഒരുപാട് സംസാരിക്കാത്ത ആളാണെങ്കിൽ അശ്വിനും ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കും. അപ്പോൾ അത്രയും സമയം എനിക്കും കിട്ടില്ല. അവന് ബോറടിക്കുമ്പോൾ ഞാനും അവിടെ എഴുന്നേറ്റ് വരണ്ടേ. അപ്പോൾ ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടാണ് പോയത്. കാരണം ഞാനും അവരെ ഫസ്റ്റ് ടൈം കാണാം. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ രണ്ടാളും സംസാരിക്കാറുണ്ട്, ചാറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ വാട്സാപ്പിലും വിളിക്കാറോ അങ്ങനെയൊന്നുമില്ല. കാരണം എനിക്ക് കൂടുതലും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവായിട്ട് ഉള്ളത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ മെസ്സേജ് ചെയ്യും. അതല്ലാതെ എനിക്കും ചേട്ടനെ പരിചയമില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഒരു പേടിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ സംസാരിച്ചതിനേക്കാളും കൂടുതൽ ഇവർ രണ്ടുപേരും ഭയങ്കര സംസാരമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അശ്വിനെ ഒരു നല്ല കമ്പനി ആയിട്ട് ഒരാളെ കിട്ടി. അതുകൊണ്ട് തന്നെ തിരക്കാക്കിയില്ല. അശ്വിൻ വീട്ടിൽ പോകണം, നമുക്ക് പോവാം, റൂമിലേക്ക് പോവാന്ന് പറഞ്ഞേയില്ല. കണ്ണൂരാണെങ്കിലും അവിടെ 2 മക്കളുണ്ട്, കുഞ്ഞു 2 മക്കളുണ്ട്. അപ്പോൾ അവരുടെ കൂടെ അവളും കളിക്കായിരുന്നു. ഞാനും ജ്യോതി സംസാരിക്കായിരുന്നു, കുറേ സംസാരിച്ചു. അവൾ അവിടെ നിൽക്കാനൊക്കെ കുറേ ഫോഴ്സ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക്ഡ് ആയതുകൊണ്ട് പിന്നെ നമ്മളവിടെ നിന്നില്ല. നേരെ ഇപ്പം 12 മണിക്ക് ഞങ്ങൾ റൂമിലേക്ക് ഇങ്ങനെ പോവാണ്. ഇന്നിപ്പം ഈ ഒരു സമയം 12 മണിയായില്ലേ, ഇപ്പം അധികം തിരക്കൊന്നുമില്ല. റോഡൊക്കെ കാലിയാണ്. ഇങ്ങനെ പോകുന്നുണ്ടോ, റോഡൊക്കെ എംപ്റ്റി ആണ് ഇപ്പോൾ ഈ ഒരു സമയത്ത്. ഒത്തിരി ತಿರಕೊಂದಿಲ್ಲ. ಸೊ ಲೈಕ್ ಇವತ್ತೊಂದು ವ್ಲಾಗ್ ಅಪ್ಲೋಡ್ ಆಗಿದೆ, ಲೈಕ್ ದ ಫಸ್ಟ್ ವಿಡಿಯೋ ಆಫ್ ಟ್ರಿವಾಂಡ್ರಮ್. ಐ ಮೀನ್ ಟ್ರಾವೆಲ್ ವ್ಲಾಗಲ್ಲಿ ಫಸ್ಟ್ ವಿಡಿಯೋ 1000 kilometers ಡ್ರೈವ್ ಮಾಡಿ ಬಂದಿರೋದ್ರಿಂದ ದ ಫಸ್ಟ್ ವಿಡಿಯೋ ಇವತ್ತು ಅಪ್ಲೋಡ್ ಆಗಿರೋದು. ಅದಕ್ಕೆ ಒಳ್ಳೆ ರೆಸ್ಪಾನ್ಸ್ ಇದೆ. ಲೈಕ್ many of them commented like they felt like they were actually traveling to Trivandrum with us. ಹೌದಾ? Yeah. അപ്പം അതിന് നമുക്ക് നല്ല ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിട്ടോ. വി ആർ റിയലി ഹാപ്പി. കാരണം നമ്മൾ അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? ദാറ്റ്സ് വാട്ട് വി വർ ട്രൈയിങ് ഫോർ. നമുക്കും അതാണ് വേണ്ടത്. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ എന്താ പറയുക, കാണാത്തവർക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങനെ പോകാൻ ആഗ്രഹമുള്ളവർക്ക് അതൊരു ഹെൽപ്പായിട്ട് അവർക്കും. കാരണം നമ്മുടെ ട്രിപ്സ് ഒന്നും ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഒത്തിരി എന്താ പറയുക അല്ലേ, ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രിപ്സ് ഒന്നും അല്ലല്ലോ നമ്മൾ പോകുന്നത്.
Even who are watching, they can easily affordable. അഫോർഡബിൾ മിനിമൽ ബഡ്ജറ്റ് ആണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്യുക. ഞാൻ ഇതിന്റെ ഒരു Because Lamige affordable, Lamige expensive, and I don't think, because we are traveling from Karnataka. In Kerala, if they are staying in Kerala, they don't feel like it's. ഇത്രയും എക്സ്പെൻസ് ഇല്ല. ഇപ്പം നമ്മളിപ്പം കർണാടകയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഫ്യൂവലിന്റെ ഒക്കെ കുറച്ച് അധികം നമുക്ക് പൈസ പോവും. പക്ഷെ സ്റ്റേ ഒക്കെ ആണെങ്കിലും നമ്മളെല്ലാം നല്ല മിനിമൽ ബഡ്ജറ്റിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളതും. മിനിമൽ ബഡ്ജറ്റും പ്ലസ് അത് ഡീസെന്റ് ആയിരിക്കണം. അവിടെ നമുക്ക് എല്ലാം ആക്സസ് ഉണ്ടാവണം. ഇതൊക്കെയാണ് ഞാൻ കാര്യമായിട്ട് നോക്കുന്ന കാര്യങ്ങൾ. പിന്നെയും അശ്വിൻ ഇപ്പം ഞാനും കൺമണിയും കംഫർട്ടബിൾ ആവട്ടെ, കുറച്ചുകൂടി എക്സ്പെൻസീവ് ഉള്ള നോക്കാന്ന് പറയുന്ന ഒരാളാണ്. അപ്പോഴും ഞാൻ പറയും വേണ്ട, നമുക്ക് ഒന്ന് വന്ന് കിടന്ന് ഉറങ്ങാൻ ഒത്തിരി പൈസയുടെ കാര്യമൊന്നുമില്ല. നമുക്ക് അശ്വ ലെറ്റ്സ് ഡു എ വ്ലോഗ് റിഗാർഡിംഗ് ദ എക്സ്പെൻസസ്. ലൈക്ക് ദാവൺഗിരി തിരിച്ചു പോയിട്ട് റിട്ടേണിംഗ് ബാക്ക് ടു ദ ഹോം വിൽ ഡു എ വ്ലോഗ്. ലൈക്ക് വി ആർ നോട്ടിംഗ് ഡൗൺ എവറിഥിങ്, നോ? സോ വിൽ മേക്ക് എ വ്ലോഗ് ലൈക്ക് ഹൗ മച്ച് വി സ്പെൻഡ്, ലൈക്ക് ദ ടോട്ടൽ ബഡ്ജറ്റ് ഓഫ് ദ ട്രിപ്പ് ആൻഡ് ഓൾ. അപ്പൊ നമ്മൾ ചെലവാക്കിയത് കാര്യങ്ങൾ, കാരണം നമ്മൾ അൺനെസസറിലി നമ്മൾ എവിടെയൊന്നും ചെലവാക്കുന്നില്ല. പിന്നെ ഫുഡിനും കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലും ചെലവാക്കിയതും. പിന്നെ നമ്മൾ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബഡ്ജറ്റൊക്കെ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ കൂടെ പ്ലാൻ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്, നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ പറയുക, ഇറ്റ്സ് വർത്ത്. അതാണ് നമ്മൾക്ക് തോന്നല്ലേ, ഇറ്റ്സ് വർത്ത് വാട്ട് വി ആർ ക്യാപ്ചറിംഗ്. We are really happy, like you people are giving us a feedback. At least you were just watching what we are doing and what's happening, alva. Yeah. And we feel really happy, and thank you for അങ്ങനെ കമന്റ്സിൽ പറയുമ്പോൾ നമുക്ക് കൂടുതൽ അല്ലേ, കമന്റ്സിൽ when they say that we feel like നമുക്ക് ഇനിയും ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതുപോലെ വീഡിയോസിനൊക്കെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഓരോ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കണം. നമുക്ക് ഇഫ് വി ക്യാൻ കറക്റ്റ് സംതിങ്, ഇഫ് വി ക്യാൻ ഇംപ്രൂവൈസ് സംതിങ്, വി വിൽ ഡെഫിനറ്റ്ലി ഡു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടുതലും അമ്പലം വിസിറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പം വീഡിയോ എടുക്കാൻ ഞാൻ അവളെ കണ്ടപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിൽ സത്യം പറഞ്ഞു ഞാൻ ഫോൺ വിട്ടിട്ട് കയറിപ്പോയി എന്ന് പറയുന്നതായിരിക്കും സത്യം. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോസ് ഇവിടെ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഞങ്ങൾ മീറ്റ് ചെയ്തതിൻ്റെ ഫോട്ടോസ് ഇതിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പം ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക്. കാരണം വേറൊരു നാട്ടിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്കിവിടെ ഒരു ഫാമിലിനെ കിട്ടി. എനിക്കിവിടെ വന്ന് നിൽക്കാൻ എനിക്കൊരു വീടായി. അതൊക്കെ എനിക്ക് വളരെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അമ്പലം വിസിറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം കാണിച്ചതുപോലെ. റാൻഡം വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല, അത്രയും വിശേഷങ്ങൾ. കണ്ണു നല്ല ഉറക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും എന്ത് പറയണം അശു, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.